നമുക്ക് നേരിട്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ് എന്താണെന്ന് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്നത് പോലെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ രണ്ട് മേജർ റിയാക്ഷൻസിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഏതൊക്കെയാണ്? ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. സോ നമുക്ക് ലൈറ്റ് റിയാക്ഷൻ എന്താണെന്നൊന്ന് നോക്കാം. ലൈറ്റ് റിയാക്ഷൻ. Light reaction is again divided into two major steps. അതിൽ ഒന്നാമത്തത് cyclic photophosphorylation and second one is non-cyclic photophosphorylation. So ഈ രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫോട്ടോ സിസ്റ്റംസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫോട്ടോ സിസ്റ്റം 1 എന്താണെന്ന് പറഞ്ഞു, നമ്മൾ ഫോട്ടോ സിസ്റ്റം 2 എന്താണെന്ന് പറഞ്ഞു. ഈ ഫോട്ടോ സിസ്റ്റം 1ഉം 2ഉം ഈ റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അവരാണ് ഈ റിയാക്ഷനിൽ പ്രധാനമായിട്ടും കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ഒരു ചെറിയ കമ്പാരിസൺ ഒന്ന് നോക്കിക്കളയാം. അതിനുശേഷം നമുക്ക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പഠിക്കാം. സോ ഇവിടെ in cyclic photophosphorylation നമ്മളുടെ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഇവിടെ ഇൻവോൾവ് ആകുന്നുള്ളൂ. ബട്ട് in non-cyclic photophosphorylation both photosystem 1 and photosystem 2 are involved. ഇവിടെ photosystem 1 മാത്രമേ ഇൻവോൾവ് ആകുന്നുള്ളൂ. In the case of non-cyclic photophosphorylation both the photosystem 1 and photosystem 2 are involved in this process. അതുപോലെ ഇവിടെ cyclic photophosphorylation ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ATPയും ആൻഡ് NADPH2 or NADPH plus H plus in its reducing form NADPH2ഉം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ATP and NADPH2 both are producing here, but here only ATP is producing. അപ്പൊ ഇനി നമുക്ക് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്താണെന്ന് പരിശോധിക്കാം. സോ ലെറ്റ്സ് സീ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. ഫോട്ടോഫോസ്ഫോറിലേഷനും ഓക്കെ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് ഈ റിയാക്ഷൻ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്ലിയർ ആകും. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോസിസ്റ്റം 1 ആണ് ഈ റിയാക്ഷനിൽ സഹായിക്കുന്നത്. ഫോട്ടോസിസ്റ്റം 2 ഇവിടെ വരുന്നില്ല. ഫോട്ടോസിസ്റ്റം 1 ആണ് പ്രധാനമായിട്ട് ഈ റിയാക്ഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഫോട്ടോസിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? There are antenna molecules which receives the light energy or photon. അല്ലെ, ഫോട്ടോൺ വന്ന് ആന്റിന മോളിക്യൂൾസിൽ വീഴുന്നു. അവരതിനെ അബ്സോർബ് ചെയ്തിട്ട് അവരുടെ റിയാക്ഷൻ സെന്ററിലോട്ട് വിടുന്നു. ഇവിടെ റിയാക്ഷൻ സെന്റർ ആയിട്ടുള്ള ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് അതിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P700 ആണ്. P700. ഇനി ആന്റിന മോളിക്യൂൾസ് അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജിയെ റിയാക്ഷൻ സെന്ററിലോട്ട് അല്ലെങ്കിൽ ഫോട്ടോ സെന്ററിലോട്ട് വിടുന്നു, which is P700 here. And this system is called photosystem 1. ഇത് മൊത്തം സെറ്റപ്പിനെയാണ് photosystem 1 എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, then photosystem 1ൽ നിന്നും എന്ത് energized molecules, energized electrons എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വരുന്നു. ആ എനർജൈസ്ഡ് ഇലക്ട്രോൺസിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. എന്താണ്? ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇൻ ദിസ് കേസ് ഇവിടുത്തെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് പെറിഡോക്സിൻ റെഡ്യൂസിംഗ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന FRS ആണ് ഇവിടുത്തെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. Then it moves to the
ഫെരിഡോക്സിൻ. എന്നിട്ട് അത് നേരിട്ട് ഫെരിഡോക്സിനിലോട്ട് പോകുന്നു. എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫെരിഡോക്സിൻ. എഫ് ഡി ഈസ് ഫെരിഡോക്സിൻ. ഓക്കെ. ഇനി ഫെരിഡോക്സിനിൽ നിന്നും നേരെ ഇത് പോകുന്നത് സൈറ്റോക്രോം B6 സൈറ്റോക്രോം B6. ഈ ഫെരിഡോക്സിനിൽ നിന്നും സൈറ്റോക്രോം B6 ഇത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ എനർജി നഷ്ടപ്പെട്ടിട്ട് ഈ നഷ്ടപ്പെട്ട എനർജിയെ ഒരു ADP, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയും and an ADP combines with an inorganic phosphate to form ATP. അപ്പൊ ഇവിടെ ഫെരിഡോക്സിനിൽ നിന്നും സൈറ്റോക്രോം B6 പോകുമ്പോൾ ഇലക്ട്രോൺസിന്റെ ഊർജം കുറച്ച് നഷ്ടപ്പെട്ടിട്ട് ആ നഷ്ടപ്പെട്ട ഊർജം ATP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി ബൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദെൻ ATP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി ബൈൻഡ് ചെയ്ത് ATP ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു ATP മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സൈറ്റോക്രോം B6 നിന്നും ഈ ഇലക്ട്രോൺസ് പോകുന്നത് മറ്റൊരു ഇലക്ട്രോൺ കാരിയറായ പ്ലാസ്റ്റോക്വിനോണിലേക്കാണ്. പ്ലാസ്റ്റോക്വിനോണിലോട്ടാണ്. പ്ലാസ്റ്റോക്വിനോണിൽ നിന്നും അടുത്ത ഇലക്ട്രോൺസ് പോകുന്നത് മറ്റൊരു ഇലക്ട്രോൺ കാരിയറായ സൈറ്റോക്രോം Fലോട്ടാണ്. അങ്ങനെ പ്ലാസ്റ്റോക്വിനോണിൽ നിന്നും സൈറ്റോക്രോം Fലേക്ക് പോകുമ്പോഴും കുറച്ച് എനർജി ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി ഇവിടെയും എന്ത് ചെയ്യുന്നു? ADP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി ബൈൻഡ് ചെയ്ത് ATP ആയിട്ട് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഇവിടെ രണ്ട് സ്ഥലത്താണ് എനർജി റിലീസിംഗ് നടക്കുന്നത്. ആ സമയത്ത് രണ്ട് ATP മോളിക്യൂൾസും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ സൈറ്റോക്രോം Fൽ നിന്നും തിരിച്ച് ഇലക്ട്രോൺ നേരെ വരുന്നത് പ്ലാസ്റ്റോസയാനിൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ കാരിയറിലേക്കാണ്. പ്ലാസ്റ്റോസയാനിൻ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ. പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്ന ഒരു ടെർപിനോയിഡ് ആണ്. പ്ലാസ്റ്റോസയാനിൻ ഈസ് എ കോപ്പർ കണ്ടെയ്നിങ് പ്രോട്ടീൻ. അപ്പൊ ഇലക്ട്രോൺസ് നേരെ പ്ലാസ്റ്റോസയാനിലോട്ട് വരുന്നു. അതിനുശേഷം ഇലക്ട്രോൺസ് ഡീഎനർജൈസ്ഡ് എനർജി എല്ലാം നഷ്ടപ്പെട്ട ഇലക്ട്രോൺസ് ഇവിടെ വരുന്നു, തിരിച്ച് P700 വരുന്നു. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് അല്ലെ. സൈക്ലിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇവിടെ നോക്കൂ, P700 നിന്നും ആദ്യം രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വേക്കന്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ ഹൈലി എനർജൈസ്ഡ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺ കാരിയേഴ്സ്, ഇവരൊക്കെ ഇലക്ട്രോൺ കാരിയേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ രണ്ട് സ്ഥലത്ത് ഇതിന്റെ എനർജി നഷ്ടപ്പെടുന്നുണ്ട് ഇലക്ട്രോൺസിന്റെ. ആ നഷ്ടപ്പെട്ട എനർജി ഉപയോഗിച്ച് അവിടെ ATP സിന്തസിസ് നടക്കുന്നുണ്ട്. അതിനുശേഷം ഡി എനർജൈസ്ഡ് ഇലക്ട്രോൺ തിരിച്ച് ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള P700 തിരിച്ചു വരുന്നു. സോ the entire process takes place in a cyclic manner. Hence this phosphorylation is known as cyclic photophosphorylation. See, ഇവിടുന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺസ് തിരിച്ച് P700 തന്നെ തിരിച്ചെത്തുന്നു. അതിനുശേഷം വീണ്ടും ലൈറ്റ് എനർജി വരുന്നു, വീണ്ടും ഇലക്ട്രോൺസ് ചാർജ്ഡ് ആകുന്നു. അതിനുശേഷം എനർജി അക്സെപ്റ്റ് ചെയ്ത ഇലക്ട്രോൺസ് വീണ്ടും ഈ സൈക്ലിക് പ്രോസസ്സിലോട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഈ സൈക്ലിക് പ്രോസസ്സിനെയാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്ത് ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, രണ്ട് സ്ഥലത്ത് ATP സിന്തസിസ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എനർജി ലോസ് സംഭവിക്കുന്നു. ഒന്ന് ഫെരിഡോക്സിനിൽ നിന്നും സൈറ്റോക്രോം കോംപ്ലക്സിലോട്ട് പോകുമ്പോഴും അതിനുശേഷം സൈറ്റോക്രോം കോംപ്ലക്സിനുള്ളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റോക്വിനോണിൽ നിന്നും സൈറ്റോക്രോം Fലോട്ട് വരുമ്പോഴത്തേക്കും എനർജി ഉപയോഗിച്ചിട്ട് ATPയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫോസ്ഫോറൈലേഷൻ നടക്കുന്ന അഡീഷൻ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വിത്ത് ADP. Then it forms adenosine triphosphate or ATP. ഇത്രയും പ്രോസസ്സിനെയാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. NADPH2 ഉണ്ടാകുന്നേ ഇല്ല.